ദൃശ്യത്തിലിപ്പോ സാധാരണയിൽ ആരും PLR കണക്ട് ചെയ്യാറില്ല. അത് അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 9-ാം ഭാവം നോക്കിയാൽ പൂർവ്വജന്മം കണ്ടുപിടിക്കാം. 9-ന്റെ 12-ാം ഭാവത്തിലും നമുക്കത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് 25 മിനിറ്റ് ഏങ്ങി കരഞ്ഞ് പുറത്ത് വന്നിട്ട് PLR കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അയാളുടെ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഇമോഷൻസും അവിടെ ക്ലിയർ ആവുന്നുണ്ട്. ഒരു പ്യൂരി ശൈവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഉപാസന പൂർണ്ണമല്ല. പുള്ളിയല്ല സാധാരണയല്ല എന്താ പറയുന്ന വെച്ചാൽ പുള്ളിയുടെ അവസ്ഥ പുള്ളിക്ക് തന്നെ അറിയില്ല. അപ്പൊ കഴിഞ്ഞ ജന്മത്തെ ഇതിൽ നിന്ന് പുള്ളിക്ക് മോക്ഷം ആയിട്ടില്ല. പക്ഷെ സയന്റിഫിക് ആയിട്ട് നമ്മുടെ ഇവിടെ പലരും ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും പലരും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ഈ PLR എന്ന് പറയുന്നവരുണ്ട്. PLRലേക്ക് പോയാലും തിരിച്ചയാളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. ആ സമയത്ത് കരയുന്ന ഒരു വ്യക്തി പറയുന്നത് മുഴുവൻ തന്റെ കഴിഞ്ഞ ജന്മത്തിലെ ആ അല്ലാത്ത വൈകൃത അവസ്ഥകളൊക്കെ ആയിരിക്കും. അല്ലാതെ ആസ്ട്രോളജർ എന്നുള്ള പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ കൺസൾട്ടന്റ് ഇതും ആകുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഹിപ്നോയും ഈ പറയുന്ന മസ്മരിസവും ഈ PLRും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. പുനർജന്മം, ഈ പുനർജന്മത്തിനെ പറ്റി ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നീ അതായിരുന്നു, ഈ ജന്മത്തിൽ ഇതാണ്, അടുത്ത ജന്മത്തിൽ വേറൊരു ആളായി മാറും. ഇത് എന്താണ് പുനർജന്മത്തിൻ്റെ ഓതൻറ്റിസിറ്റി? അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് മെട്രിക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്? ഒന്ന് പറയാമോ മേഡം? പുനർജന്മം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് നമ്മൾ ഹൈന്ദവർ മാത്രമാണ്. പിന്നെ വിദേശീയരാണ്. മറ്റു മതസ്ഥരൊന്നും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും പുനർജന്മം എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ബോധ്യപ്പെടുത്തൽ. കാരണം പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ സയന്റിഫിക് ആയിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് നോർത്ത് ഇന്ത്യയിലും അതുപോലെ വിദേശികളും എല്ലാം അത് ഇന്ന് സ്ഥിരമായിട്ട് അവരവരുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഫാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു. ഞാൻ പറയാം, നമ്മളൊരു ഹിന്ദി സിനിമയുണ്ട്. ഹിന്ദി സിനിമയിൽ ആ 1969 എടുത്തൊരു സിനിമയാണ്. ആ സിനിമയിൽ വ്യക്തമായിട്ട് അന്ന് സിനിമ എടുക്കണമെങ്കിൽ 53 വർഷം മുൻപ് ആ സിനിമ എടുക്കണമെങ്കിൽ അന്നും പുനർജന്മം ഉണ്ട്. കാരണം ആ സിനിമയിൽ വ്യക്തമായിട്ട് ഈ പുനർജന്മത്തെക്കുറിച്ച് കഥ പറയുന്നുണ്ട്. ഒരു ഹിന്ദി സിനിമയാണ്. സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് ഫാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ പുനർജന്മം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ അത് കണക്ട് ചെയ്ത് പറയുന്നത് അന്ന് ജനിച്ചിട്ട് അയാളുടെ ഒരു കാലത്തിന് ശേഷം വീണ്ടും അയാൾ വളർന്ന് ഒരു 30-32 വയസ്സുള്ള പയ്യനായി തിരിച്ച് ഒരു പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അയാൾ ഇത് അവിടെയല്ല, ഇതിവിടെയല്ല, ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഫൗണ്ടൈൻ ഉണ്ട്, ഇതിവിടെയല്ല എന്നൊക്കെ പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ, ഇത് ഇതുപോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു ഇതിലേക്ക് മധുമതി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് ഹിന്ദിയിൽ മധുമതിയാണ്. മധുമതി ഹിന്ദിയിൽ 1962, 63 കാലഘട്ടത്തിൽ ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആണ്. അത് ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എടുത്താൽ അതിൽ ആ സിനിമ അതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പൂർവ്വജന്മത്തിലുണ്ടായിരുന്ന കഥകൾ അതേപടി തന്നെയാണ് ആ സിനിമ ആക്കിയിട്ടുള്ളത്. അപ്പൊ അത്രയും വർഷം മുമ്പ് പോലും ഇതിനെക്കുറിച്ച് സയന്റിഫിക് ആയിട്ട് ഇവിടെ റിസർച്ച് നടക്കുന്നുണ്ട്. കാരണം ചില സമയങ്ങളിൽ നമ്മളുടെ പൂർവ്വജന്മം എങ്ങനെയായിരുന്നു എന്നറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവാം. പറയുന്ന ഹിപ്നോയിലൂടെ നമ്മൾ ഒരു സോംനാപുൽസത്തിലേക്ക് പോയി, അതിൽ നിന്ന് നമ്മൾ വീണ്ടും അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുന്നു, അവിടെ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഓരോ ജന്മത്തിലേക്കും കടന്ന് പോകുമ്പോഴാണ് നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്ന് അറിയുന്നത്. അപ്പൊ ഈ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മം എന്താണെന്ന് അറിയുന്നതിനാണ് ഇപ്പൊ ആളുകൾക്ക് താല്പര്യം. അതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ ജന്മം ഇപ്പൊ ചില ആളുകൾ ഞങ്ങൾ ഈ ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ ഇതെടുത്ത സമയത്ത് പിന്നെ എല്ലാവർക്കും അത് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ അതൊരു ഉപാസനയുടെ ഒരു ഭാഗമാണ്. അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി ഒരു പരീക്ഷണം പോലെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അത് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ പൂർവ്വജന്മം എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുരുവിൻ്റെ അടുത്തെത്തി, ഇത് അറിയാവുന്ന ഒരാളുടെ അടുത്ത് എത്തിയിട്ട് നമ്മൾ അതിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ജന്മം പശുവായിരുന്നു. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കുറേ നേരം കരയും, ചിലവർ ചിരിക്കും, അപ്പോൾ ചിലവർ കിളിയായിട്ടൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കണ കാണാം. ഞങ്ങളൊരു മാസ് ക്ലാസ് കൊടുത്ത സമയത്ത് അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ഇവരുടെ മെമ്മറിയിൽ ഇത് വരും. സാധാരണക്കാർക്ക് അത് സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ആളുകൾക്ക് റൂമിൽ പോലും കിടന്നുറങ്ങുന്ന സമയത്ത് ഇവരെ പൂർവ്വജന്മത്തിൽ ഇവരെന്തായിരുന്നു എന്നൊക്കെ ഇവർക്ക് കാണാൻ പറ്റും. അതൊരു തപസ്യാണത്. അപ്പോൾ ഈ PLRുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ സാധാരണക്കാർക്കും അത് കാണാൻ പറ്റും. അവരുടെ PLRൽ ഇത് കാണാൻ വേണ്ടി പലരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാഡീ ജ്യോതിഷത്തിലും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ
ആളുകൾ ഇത് അന്വേഷിച്ചു പോയി. പക്ഷെ നാഡീജ്യോതിഷം ശരിയല്ല, അതിൽ പറയുന്നതൊന്നും വ്യക്തമല്ല എന്നുള്ളത് കൊണ്ട് പലരും അത് പിന്നെ അത് പോവാതെയായി. അതിൽ പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ രാജാവായിരുന്നു, അയാളുടെ വേറെ മന്ത്രിയായിരുന്നു, അയാളെ കൊന്നിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഒരു കൊലയാളിയായിരുന്നു. അപ്പം ഇതൊന്നും സത്യമല്ല എന്ന് വന്നപ്പോൾ പൂർവ്വജന്മം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ഈ ഫാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ ഒരു വ്യക്തിയെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, പൂർവ്വജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഈ സോംനാബുൾസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ നമുക്ക് ഏജ് റിഗ്രഷനും കൂടെ അവിടെ വരുന്നുണ്ട്. ഏജ് റിഗ്രഷൻ കഴിഞ്ഞ് ഇതിലേക്ക് പോയിട്ട് അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു, നമുക്കൊരു ജന്മം ഉണ്ടായിരുന്നോ, ചിലപ്പോൾ 100 വർഷമാവാം, ചിലപ്പോൾ 50 വർഷമാവാം, അതിന് ഉള്ളിൽ ഇത് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2.5-3 മണിക്കൂറുള്ള ഒരു പ്രോസസ്സാണത്. ആ സമയത്ത് നമുക്ക് പൂർവ്വജന്മം കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കുറെ ഈ സഞ്ചിത കർമ്മങ്ങളാണല്ലോ, ഈ ജന്മത്തെ കുറെ സഞ്ചിത കർമ്മങ്ങളാണ്. അത് കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള. അത് ചിലപ്പോൾ ഒരു ഇതിൽ നമുക്ക് അറിയാതെ നമുക്കിത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സന്തോഷം. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഈ ഒരു PLR ഞാൻ കടന്നു പോയിട്ടുണ്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആൻഡ് ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഈ PLR എടുക്കുന്ന സമയത്ത് അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശുവായി ജനനം കൊള്ളുന്ന ആ സമയം മുതലുണ്ടാകുന്ന പെയിൻ പോയിന്റ്സിനെ നമുക്ക് ഓരോ ഏജ് വൈസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കമൻസ് ബ്രെയിനിലേക്ക് ആഡ് ചെയ്യുന്നു, അവരെ ഒരു പോസിറ്റീവായിട്ട് മാറ്റുന്നു. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ PLR എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇതായിരുന്നു, പക്ഷേ അതിൻ്റെ കുറേ ഈ പറയുന്ന എന്താ പറയുക ഇമോഷൻസ് ക്യാരി ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. ഇമോഷൻസ് ക്യാരി ചെയ്ത് ഈ ജന്മത്തിൽ അവർ ഒന്നുകിൽ ഡൗൺ ആയി പോകുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ട്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും? അതായത് ജ്യോതിഷപരമായി നമുക്ക് ജാതകം നോക്കുന്ന സമയത്ത് ഒരാളുടെ ദശാകാലങ്ങളോ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നോക്കിയതിന് ശേഷം ഇപ്പോൾ ഏത് ദശയാണ് എന്താ പറയുക, ഇപ്പം ഏത് ഗ്രഹമാണ് ബലമായിട്ടുള്ളത്, എന്താ പരിഹാരം കൊടുക്കേണ്ടതെന്നുള്ള ഒരു ജ്യോതിഷന് അറിയാം. അപ്പോൾ PLR കൂടെ അവിടെ കണക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പറയുന്ന സമയത്ത് എങ്ങനെ ഒരാളെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ജ്യോതിഷത്തിലിപ്പോ സാധാരണയിൽ ആരും PLR കണക്ട് ചെയ്യാറില്ല. അത് അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 9-ാം ഭാവം നോക്കിയാൽ പൂർവ്വജന്മം കണ്ടുപിടിക്കാം. 9-ന്റെ 12-ാം ഭാവത്തിലും നമുക്കത് നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കി പൂർവ്വജന്മം കണ്ടുപിടിച്ച് അത് പറയാൻ നിന്നാൽ മാത്രം അത് ക്ലിയർ ചെയ്യാനും പറ്റില്ല. അപ്പൊ PLRൽ ഇമോഷൻസ് കൊണ്ടുനടന്ന് ഡൗൺ ആവുന്നു എന്ന് പറഞ്ഞാല് ഈ PLR കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കരയോ ചിരിക്കോ ചെയ്യുന്ന ആ ഒരു ഇമോഷൻസ് ഉണ്ടല്ലോ, അത് ആ ഇമോഷൻസ് തന്നെ ഇവിടെ ക്ലിയർ ആവലാണ്, ഒരു ക്ലാരിറ്റിയാണ്, അവിടെ പ്യൂരിറ്റി നടക്കുന്നുണ്ട്. ഈ ഇമോഷൻസ് മുഴുവൻ ഇപ്പൊ ഒരു 15-20 മിനിറ്റ് 25 മിനിറ്റ് ഏങ്ങി കരഞ്ഞ് പുറത്ത് വന്നിട്ട് PLR കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ അയാളുടെ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഇമോഷൻസും അവിടെ ക്ലിയർ ആവുന്നുണ്ട്. ഒരു പ്യൂരിറ്റിയാണ്, നല്ല തിളങ്ങിയെടുത്ത് കാച്ചി മിനുക്കിയ ഒരു സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായില്ല. പിന്നെ അവിടെ ഇമോഷൻസ് ഡൗൺ ആവുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മെമ്മറിയിൽ കിടക്കുന്നു, ഞാൻ ഇത്രയേറെ ദോഷപ്രദമായിരുന്നു എൻ്റെ കഴിഞ്ഞ ജന്മം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അയാൾക്ക് കുറച്ചുകൂടി ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോസിറ്റീവ് തോട്ട്സ് കൊടുക്കാൻ പറ്റും. ഞാനിങ്ങനെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഇനി ഡൗൺ ആയി, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് അയാൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഉടനെ നമുക്ക് സാധാരണ ഒരു ഹിപ്നോയിലേക്ക് കൊണ്ടുവന്നിട്ട് ഹിപ്നോയിഡ് വരുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോസിറ്റീവ് തോട്ട്സ് കൊടുക്കാൻ പറ്റും. അത് പോയി, നിന്റെ ഇമോഷൻസ് ക്ലിയർ ആയി, നിന്റെ ആ സഞ്ചിത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി നീ പുതിയൊരു വ്യക്തിയാണ്, പുതിയൊരു ലോകത്തിലേക്ക് പുതിയൊരു വ്യക്തിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇമോഷൻസ് ഇട്ട് കൊടുക്കാം, ആ പോസിറ്റീവ് തോട്ട്സ് കൊടുക്കാം. ആ പോസിറ്റീവ് തോട്ട്സ് നമ്മൾ ആ തോട്ട്സ് കൊടുക്കുന്ന അനുസരിച്ചിട്ട് അയാളെ നമുക്ക് ഇമോഷൻസിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. PLRനെ 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ജ്യോതിഷമായിട്ടും കണക്ട് ചെയ്യാം, നമ്മുടെ സൈക്കോളജിക്കലായിട്ടും കണക്ട് ചെയ്യാം. ഈ വ്യക്തിയിലുള്ള ഇപ്പോൾ എൻ്റെയൊക്കെ PLR കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഇമോഷൻസ് കരഞ്ഞു തീർന്നപ്പോൾ ഒരുപാട് ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ പിന്നീടുണ്ടായി. മാത്രമല്ല നമുക്ക് പിന്നെ വരുന്ന അവസരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും, കാരണം നമ്മുടെ ആ ഇമോഷൻസ് അവിടെ തീർന്നു, പിന്നെ നമുക്ക് അവിടെ ബന്ധനങ്ങളില്ല. ആ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മുക്തിയായി, ഈ ജന്മം തന്നെ നമുക്ക് മുക്തി വന്നു. അതിപ്പോ ഞാൻ ആസ്ട്രോളജർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉപാസനയുള്ളതുകൊണ്ട് മാത്രമല്ല, അത് സാധാരണ ഒരു വ്യക്തിക്കും കഴിയും. പക്ഷെ അത് അതേ രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. PLR കൊടുക്കേണ്ട ഒരാൾ എന്നിട്ട് പറഞ്ഞു ഞാൻ 4 ലക്ഷം ഒരു ശൈവമന്ത്രം ശിവം ജപിച്ചതാണ്, പക്ഷെ എനിക്ക് PLR അറിയാൻ പറ്റിയിട്ടില്ല, ചെയ്യണമെന്ന്. പക്ഷെ അയാൾക്ക് പൂർണ്ണമായിട്ട് ഇതിലേക്ക് പോകാൻ പറ്റുന്നില്ല, PLRലേക്ക് അയാൾക്ക് പൂർണ്ണമായിട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി രണ്ടും അല്ലാത്തൊരു ലെവൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ശൈവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഉപാസന പൂർണ്ണമല്ല, പുള്ളിയല്ല സാധാരണയല്ല,
എന്താ പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ അവസ്ഥ പുള്ളിക്ക് തന്നെ അറിയില്ല. അപ്പൊ കഴിഞ്ഞ ജന്മത്തെ ഇതിൽ നിന്ന് പുള്ളിക്ക് മോക്ഷം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പില്ലാറിലേക്ക് പുള്ളിക്ക് പോകാൻ പറ്റാത്തത്. ട്രാൻസിലേക്ക് പോയാൽ മാത്രമല്ലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അത് എത്താൻ പറ്റുന്നില്ല പുള്ളിക്ക്. അപ്പൊ തിരിച്ച് വന്നു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുപോവാം, നമുക്ക് ഹിപ്നോയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് ട്രാൻസിലേക്ക് പോകുന്ന സമയത്ത് തോട്ട്സ് കൊടുത്ത് പുള്ളിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് നമുക്ക് ഈ പില്ലാറിലേക്ക് പുള്ളിയെ കൊണ്ടുപോകാം, നേരെ തിരിച്ചും കൊണ്ടുപോകാൻ പറ്റും. ഈ രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു വ്യക്തിയെ. ജ്യോതിഷത്തിലൂടെ നമുക്ക് ഈ വ്യക്തി ഇതിലേക്ക് കൊണ്ടുവരാം. കാരണം നിങ്ങളുടെ 9ാം ഭാവത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് PLRലേക്ക് പോവാം. പക്ഷെ PLRലേക്ക് പോയാൽ ഇയാളെ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുമോ, അയാൾക്ക് ദൈവാനുഗ്രഹമുള്ള സമയമാണോ എന്നുകൂടെ നോക്കണം. വരുന്നവനെ മുഴുവനും പിടിച്ചിട്ട് PLRലേക്ക് ഇടാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഹിപ്നോ പഠിക്കുന്ന പോലെ ഹിപ്നോ ചെയ്യുന്ന പോലെയല്ല. അപ്പൊ ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അവിടെ ഇമോഷൻസ് ക്ലാരിറ്റി ഉണ്ടാവും, പ്യൂരിറ്റി ഉണ്ടാവും. അയാളെ നമുക്ക് ക്ലിയർ ആക്കാനും പറ്റും. ഭയങ്കര ഒരു പ്രത്യേക അനുഭൂതിയാണ് PLR, ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മേഡം നേരത്തെ പറഞ്ഞ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ചെയ്ത് ആ റിസർച്ച് ഡോക്യുമെന്റ്സ് തന്നെ ഓൾറെഡി ഉണ്ട്. US യൂണിവേഴ്സിറ്റി ഒത്തിരി പേര് പ്രൂവൺ ആണ്. ഇപ്പോൾ ഇടയ്ക്കൊരു ബുക്സ് ഞാൻ വായിക്കണ്ടേ, സോൾ ടു സോൾ ട്രാവൽ എന്ന് പറഞ്ഞിട്ട്. സോൾ ടു സോൾ ട്രാവൽ എന്നത് ന്യൂട്ടന്റെ ബുക്കാണത്. ബോഡി നിർത്തിക്കൊണ്ട് അദ്ദേഹം സോൾ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. അതെ, അങ്ങനെ ഇന്ത്യയിൽ ഒത്തിരി പേര് അങ്ങനെ ഉണ്ട്. പക്ഷെ സയന്റിഫിക് ആയിട്ട് നമ്മുടെ ഇവിടെ പലരും, ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും പലരും ഇത് അംഗീകരിച്ചിട്ടില്ല. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ഈ PLR എന്ന് പറയുന്നവരുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ നിൽക്കുന്നില്ല അവര്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നോർത്ത് ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു വെച്ച സമയത്ത് അവർ ബാംഗ്ലൂർ ബേസ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഹോസ്റ്റ്ലിയാണ് PLRന്റെ കോഴ്സ്, ഫീസ് കോസ്റ്റ്ലി. ആ സമയത്ത് അവർ പറയുന്നുണ്ട് ഇത് ലോക്കൽ കോഴ്സൊന്നും അല്ല, കേരളത്തിലുള്ള പോലെ ലോക്കൽ ഇതൊന്നും അല്ല. ഇത് 5 ദിവസത്തെയാണ്. ഈ PLR പഠിക്കണമെങ്കിൽ തന്നെ 5 ദിവസം വേണം. 5 ദിവസം കൊണ്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ഇത് ട്രാൻസിലേക്ക് പോകുന്നതെന്നും ആ ട്രാൻസിൽ നിന്ന് എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് വരുത്തുന്നതൊക്കെ ഉണ്ട്. ആളവിടെ പോയി കിടന്നിട്ട് കാര്യമില്ല, തിരിച്ച് വീണ്ടും വരണം. വന്നയാളുടെ ഇമോഷൻസ് എല്ലാം പ്യൂരിറ്റിയിലേക്ക് വരണം. ആ ഇമോഷൻസ് പ്യൂരിഫൈ ചെയ്യലാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി. PLRലേക്ക് പോയാലും തിരിച്ചയാളെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. ആ സമയത്ത് കരയുന്നൊരു വ്യക്തി പറയുന്നത് മുഴുവൻ തൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ആ അല്ലാത്ത വൈകൃത അവസ്ഥകളൊക്കെ ആയിരിക്കും. അപ്പൊ അത് കേൾക്കാനുള്ള ഒരു ശരിക്കും നമുക്കും കൂടെ അവിടെ അവരുടെ നെഗറ്റിവിറ്റി നമുക്കും വരുന്നുണ്ട്. നമ്മളത് കേൾക്കുകയും അതിൽ നിന്ന് ഓക്കെ നീ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് നിന്നെ ഓക്കെ ആക്കി നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ നെഗറ്റിവിറ്റിയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു എനർജിയും കൂടെ അവരിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ അത് തട്ടിപ്പാണെന്ന് പറയുന്ന ആളുകൾക്ക് അത് എനിക്ക് തോന്നുന്നു അത് അനുഭവിച്ചാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അത് ആൾക്കാർ പലതും പറയും, അറിയാവുന്നവർക്കൊക്കെ, അറിയില്ലാത്തവർ. അതുകൊണ്ട് തന്നെയാണ് ഈ സോൾ ടു സോള് എന്ന് പറയുന്ന ഒന്നുണ്ട്. സോൾ ഉണ്ട്, സോൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മളാരും ഇവിടെ ഇരിക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ PLR എന്ന് പറയുന്ന 100% ഓതന്റിസിറ്റി ഉള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ എങ്ങനെ ഒരു ജ്യോതിഷന് ഇത് പൂർണ്ണമായിട്ടും PLR ഉപയോഗിച്ച് സാധാരണപ്പെട്ട ഒരു ക്ലയന്റിന് എങ്ങനെ അദ്ദേഹത്തിന്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്തു? ജ്യോതിഷന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ക്വാളിഫൈഡ് ആയ ഒരു ജോലിസിനും PLR ചെയ്യാൻ പറ്റില്ല. PLR ചെയ്യണമെങ്കിൽ ആസ്ട്രോളജർ അത് അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം. അതിനോടൊപ്പം ഹിപ്നോ, കാരണം ആസ്ട്രോളജർ എപ്പോഴും ഒരു അഡ്വൈസറാണ്, ഒരു കൺസൾട്ടന്റ് ആണ്. അല്ലാതെ ആസ്ട്രോളജർ എന്നുള്ള പേര് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ കൺസൾട്ടന്റ് ഇതും ആകുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഹിപ്നോയും ഈ പറയുന്ന മസ്മരിസവും ഈ PLRും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. അല്ലാതെ ഒരു ജോലിസിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ കവടി വെച്ച് ഇത് നോക്കുന്ന സമയത്ത് ഈ കവടി പ്രശ്നത്തിൽ കാണുന്നത് മാത്രം അത് ഒരു പ്രത്യേക കഴിവ്. അത് കൂടാതെ ഈ PLR വേണമെന്ന് പറയുന്ന ഒരു വ്യക്തി അതിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും ഹിപ്നോ അറിയുന്ന ഒരാൾക്കേ ഹിപ്നോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതും കൂടെ ചെയ്ത് അത് ജ്യോതിഷത്തിൽ കൂടെ കൂട്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വരുന്ന ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഒരു പൃച്ഛകന് 100% റിസൾട്ട് അവിടെ ഉണ്ടായിരിക്കും. ഈ ചെയ്യുന്ന പൂജയിലാണെങ്കിലും അയാളുടെ പരിഹാരത്തിലാണെങ്കിലും ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി അവിടെ കൊടുക്കുകയാണെങ്കിൽ 100% അയാളവിടെ തെളിഞ്ഞൊരു മനുഷ്യനായിട്ട് പിന്നെ ലൈഫിൽ അയാൾക്ക് പോകാൻ പറ്റും. സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന PLR എടുക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ. അതിലുപരി ഒരു ജ്യോതിഷൻ, ക്വാളിഫൈഡ് ജ്യോതിഷൻ ഈ ഹിപ്നോ സ്റ്റേജസിലും കടന്ന് മെസ്മറിസവും PLRും പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ പറയുന്ന ഒരു സർവീസിങ് ഡൊമൈനിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ. നന്ദി, നമസ്കാരം.